ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. അതായത് 35-നും 60-നും ഇടയിൽ പ്രായമുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ച വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൈസ ആവശ്യമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലേ? അപ്പോൾ അങ്ങനൊരു പദ്ധതിയാണ് ഇത്തവണ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. ഈ പദ്ധതി പ്രകാരം 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണ് ഈ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാവുന്നത്. ഈ പെൻഷൻ പദ്ധതി സ്ത്രീകൾക്ക് വലിയ ഒരു സഹായമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. 2025 ഒക്ടോബർ 29-ന് അംഗീകാരം നൽകിയ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം സർക്കാർ വിശദമായ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഈ ആനുകൂല്യം തുകയായ 1000 രൂപ ലഭിക്കുക. 60 വയസ്സാകുമ്പോൾ തനിയെ അവർ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നു. ഏകദേശം 31.34 ലക്ഷം സ്ത്രീകൾ ഇതിൻ്റെ ഫലം അനുഭവിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിലൊന്ന് ഹാജരാക്കിയാൽ മതിയാവും. ഇനി എന്തൊക്കെയാണ് പൊതു മാനദണ്ഡങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 1. അപേക്ഷകർ 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ ആയിരിക്കണം. മഞ്ഞ, പിങ്ക് കാർഡിൽപ്പെട്ടവരായിരിക്കണം. കേരളത്തിൽ സ്ഥിരതാമസം ആയിരിക്കണം. മറ്റൊരു പെൻഷൻ ലഭിക്കാത്തവർ ആയിരിക്കണം. ഗവൺമെൻറ് ജോലിയോ സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിൽ സ്ഥിരമോ അല്ലെങ്കിൽ കരാർ വ്യവസ്ഥയിലോ ജോലിയുള്ളവർക്ക് ഈ പെൻഷന് അർഹതയില്ല. അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നുകിൽ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിൽ സ്ഥിരമോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. തങ്ങളുടെ കാർഡുകൾ നീലയോ വെള്ളയോ റേഷൻ കാർഡുകളായി മാറ്റപ്പെട്ടാലും ഈ ഗുണഭോക്താക്കൾക്ക് അർഹത നഷ്ടപ്പെടും. ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശിക്ക് ലഭിക്കുകയില്ല. എല്ലാ ഗുണഭോക്താക്കളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകണം. ഗുണഭോക്താവ് 1 മാസമോ അതിലധികമോ ഏതെങ്കിലും കേസിൽപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ റിമാൻഡിൽ കഴിയുകയോ ചെയ്താൽ ആ കാലയളവിലെ ആ ഗുണഭോക്താവിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടും. ആ ആനുകൂല്യം ആ സമയത്ത് അവർക്ക് ലഭിക്കാൻ അർഹതയുണ്ടാവുകയില്ല. പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം. അനർഹമായ ആനുകൂല്യം കൈപ്പറ്റി എന്നറിഞ്ഞാൽ അവരിൽ നിന്നും 18% പലിശ സഹിതം തുക ഈടാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രായം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തവർക്ക് സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖ ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്ത് ആ രേഖ സമർപ്പിക്കാവുന്നതാണ്. ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മാസ്റ്ററിംഗ് തീർച്ചയായും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ് വുമണിനും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഗവൺമെൻറ് പുതുതായി മാനദണ്ഡങ്ങളായി പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 1000 രൂപയുടെ ആനുകൂല്യം മഞ്ഞ, പിങ്ക് കാർഡുള്ള എല്ലാ സ്ത്രീകളും അപേക്ഷ വെച്ച് അത് സ്വീകരിച്ചാൽ അവർക്ക് അത് ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദങ്ങളായ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്